കേരളത്തിലാകെ ഭീതി പടർത്തിക്കൊണ്ട് ഷിഗല്ല എന്ന രോഗം പടരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. എന്താണ് ഈ പറയുന്ന ഷിഗല്ല എന്ന് ചോദിച്ചാൽ, ഷിഗല്ല എന്ന ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് കാരണം കുടലിൽ ഉണ്ടാകുന്ന ഒരിനം അണുബാധയാണ് ഷിഗല്ല രോഗം. വയറിളക്കം, ഛർദി എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. കുടലിന്റെ ആവരണത്തെ ഈ ബാക്ടീരിയ ബാധിക്കുകയും അവിടെ തകരാറുകൾ സൃഷ്ടിക്കുകയും ചെയ്യും. മറ്റ് വയറിളക്ക രോഗങ്ങളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒന്നായതിനാൽ പ്രത്യേക ജാഗ്രത പുലർത്തണം. ബാക്ടീരിയ ശരീരത്തെ പ്രവേശിച്ച് 1-2 ദിവസങ്ങൾക്കുള്ളിൽ അതിന്റെ ലക്ഷണങ്ങൾ പ്രകടമായേക്കും. കുട്ടികളിലും പ്രായമായവരിലും നിർജ്ജലീകരണം ഒരു പ്രധാന അപകട സാധ്യതയാണ്. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ രോഗ നിരീക്ഷണവും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. രോഗലക്ഷണങ്ങളുള്ളവർ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തണം. കുട്ടികളിലും പ്രായമായവരിലും ഈ രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം പറയുന്നു. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ കടുത്ത പനിയോടുകൂടിയ വയറിളക്കം, മലത്തിൽ രക്തം, കഫം എന്നിവ കാണപ്പെടുക, കടുത്ത വയറുവേദന, ഓക്കാനം, ഛർദി, കടുത്ത ക്ഷീണം, ശരീരവേദന എന്നിവയാണ്. കൂടാതെ എപ്പോഴും മലവിസർജനം നടത്താനുള്ള അമിതമായ തോന്നലും ഉണ്ടാകും. രോഗാണുക്കൾ അടങ്ങിയ മലിനജലം കുടിക്കുന്നതിലൂടെയും മലിനജലത്തിൽ തയ്യാറാക്കുന്ന ആഹാരം കഴിക്കുന്നതിലൂടെയുമാണ് പ്രധാനമായും ഷിഗല്ല രോഗം പടരുന്നത്. രോഗിയുടെ വിസർജ്യത്തിൽ നിന്നുള്ള ബാക്ടീരിയകൾ മറ്റൊരാളുടെ ഉള്ളിൽ എത്തുമ്പോഴാണ് രോഗബാധ ഉണ്ടാകുന്നത്. വ്യക്തി ശുചിത്വം പാലിക്കാത്തത് കാരണവും രോഗബാധിതരുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും ഈ രോഗം പകരും. തുറസായ സ്ഥലങ്ങളിലെ വിസർജനം മൂലം ഈച്ചകളും മറ്റും വഴി ബാക്ടീരിയ ഭക്ഷണത്തിലും കുടിവെള്ളത്തിലും എത്തുമ്പോഴും അണുബാധ ഉണ്ടാകും. നമ്മൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. ആഹാരം പാകം ചെയ്യുന്നതിന് മുൻപും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും മലവിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. തിളപ്പിച്ച് ആട്ടിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. ഭക്ഷണം എപ്പോഴും അടച്ചു സൂക്ഷിക്കുക. പഴകിയതും തുറന്നു വെച്ചതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കർശനമായും ഒഴിവാക്കുക. പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലത്തിൽ നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. രോഗലക്ഷണങ്ങൾ ഉള്ളവരുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. രോഗികൾക്ക് പ്രത്യേക ശുചിമുറി സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ശ്രദ്ധിക്കുക. രോഗലക്ഷണങ്ങളുള്ള ആളുകളുടെ വ്യക്തിഗത സാധനങ്ങളുമായി സമ്പർക്കം പുലർത്താതിരിക്കുക. കുഞ്ഞുങ്ങളുടെ ഡയപ്പറുകൾ സുരക്ഷിതമായ രീതിയിൽ മാത്രം സംസ്കരിക്കുക. വ്യക്തി ശുചിത്വവും ഭക്ഷണ കുടിവെള്ള ശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പാക്കുക. തുറസായ സ്ഥലങ്ങളിൽ മലവിസർജനം നടത്താതിരിക്കുക. ഈ അസുഖത്തിന് ആന്റിബയോട്ടിക് ചികിത്സയാണ് നൽകുന്നത്. കൂടാതെ ORS ലായനി, കരിക്കിൻ വെള്ളം, ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം തുടങ്ങിയ ലവണങ്ങൾ കലർന്ന വെള്ളം ധാരാളം കുടിക്കുക. അതോടൊപ്പം ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കുന്നതും നിർജ്ജലീകരണവും ക്ഷീണവും തടയും. ഈ ഷിഗല്ല രോഗം നിസ്സാരമായി കാണരുത്. സൂക്ഷിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന രോഗത്തിന് കാരണമാകുന്നത് ബാക്ടീരിയയാണ്. ശരിയായ സമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ഈ രോഗം ഗുരുതരമാകും. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലും ഈ രോഗം ഗുരുതരമാകുന്നത് മരണത്തിനും കാരണമായേക്കാം.